ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെയധികം നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണർത്തുന്ന ഒരു ചെടിയാണ്. അതായത് നാടൻ പനിനീർ റോസയാണ്. ഇതിന് ലൈറ്റ് പിങ്ക് കളറാണ്. അപാരമായ സുഗന്ധമാണ് ഈ റോസയ്ക്ക് ഉള്ളത്. അതായത് ഇതിൻ്റെ സുഗന്ധം അറിയണമെങ്കിൽ നമ്മൾ അടുത്തേക്ക് പോകണമെന്നേ ഇല്ല. ഇത് വിരിഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മൾ അറിയാൻ പറ്റും, അത്ര സുഗന്ധമാണ് ഈ ഒരു റോസയ്ക്കെന്ന് പറഞ്ഞാൽ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു 3-4 പൂക്കളെങ്കിലും ഒരു കുലയിലുണ്ടാകും. സാധാരണ മറ്റുള്ള റോസയെക്കാട്ടിലും നാടൻ റോസിനെക്കാട്ടിലും പിടിപ്പിച്ചെടുക്കാനായിട്ടൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് എപ്പോഴും നല്ല ഫ്ലവർ തന്നുകൊണ്ടേയിരിക്കും. പൊതുവേ നാടൻ റോസകളൊക്കെ നിലത്ത് വെക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. നിലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് വളർന്ന് നല്ല രീതിയിൽ ഫ്ലവർ തരും. ചട്ടിയിലായതുകൊണ്ട് തന്നെ നടുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെയൊക്കെ വളത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. 2 ആഴ്ച ഒരിക്കലൊക്കെ ചാണകപ്പൊടിയൊക്കെ കുറച്ച് എല്ലുപൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ബഡ് റോസിനെയൊക്കെ അപേക്ഷിച്ച് ഈ ഇതുപോലത്തെ റോസുകൾക്കൊക്കെ DAP അല്ലെങ്കിൽ NPKയുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ നാടൻ വളങ്ങൾ കൊണ്ട് തന്നെ ഇത് തൃപ്തരാകും. അത് കൂടാതെ തന്നെ കുറച്ച് ഉള്ളിത്തൊലിയും അതുപോലെ തന്നെ പിന്നെ തേയിലയുടെ ചണ്ടിയും അങ്ങനത്തെയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ തരും. തേയില ചണ്ടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഈ ചായ ഇട്ട ഉടനെ തന്നെയുള്ള തേയിലയല്ല ഇട്ട് കൊടുക്കേണ്ടത്. അത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നല്ല രീതിയിൽ അതിൻ്റെ ഈർപ്പമൊക്കെ മാറ്റിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ തരും. പിന്നെ പൊതുവേ റോസുകളെല്ലാം നല്ല ഒരു 6-7 മണിക്കൂർ വെയിൽ കിട്ടത്തക്ക വിധത്തിൽ വേണം നമ്മൾ വെക്കാനായിട്ട്. അതിനൊപ്പം തന്നെ നല്ല രീതിയിൽ നമ്മൾ വെള്ളവും കൊടുക്കണം. റോസ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നട്ടുവെച്ചേക്ക് വെള്ളം കൊടുത്താലും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് റോസ് എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ചട്ടിയിൽ നിൽക്കുന്നതിനാണ് കുറച്ചുകൂടെ പരിചരണം കൂടുതൽ കൊടുക്കേണ്ടത്. അറിയാലോ, നമ്മൾ കൊടുക്കുന്ന വളമായി എനിക്ക് കിട്ടാനുള്ളൂ. അപ്പോൾ അതനുസരിച്ചുള്ള കെയറൊക്കെ നമ്മൾ കൊടുക്കണം. പിന്നെ അധികം കീടരോഗബാധയൊന്നുമില്ല. പിന്നെ ചെറിയ വണ്ടുകളുണ്ട് ഇതിൻ്റെ ഇതളുകളൊക്കെ തിന്നാൻ വരുന്നത്. അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മളല്ലാതെ കൈകൊണ്ടെടുത്ത് കളഞ്ഞ് നശിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ കൂടുതൽ ശല്യം ഉണ്ടെങ്കിൽ നീം ഓയിൽ അങ്ങനത്തെ സംഭവമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്തായാലും പൂന്തോട്ടത്തിന് നല്ലൊരു മനോഹാരിത നൽകുന്ന നല്ലൊരു ചെടിയാണിത്. മറ്റുള്ള റോസിനെക്കാട്ടിലും ഒക്കെ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്. ഇതിൻ്റെ കളറും അതുപോലെ തന്നെ നല്ല മണവുമാണ്. നമ്മുടെ നാടൻ ചുമന്ന റോസയ്ക്ക് ഉള്ളതിനെക്കാട്ടിലും നല്ല സുഗന്ധമാണ് ഇതിനെന്ന് പറഞ്ഞാൽ. ഇതൊക്കെയാണ് ഈ ചെടിയുടെ വിശേഷം എന്ന് പറയുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.